പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ 5 രാജ്യങ്ങളിലെ നയതന്ത്ര പര്യടനത്തിൻ്റെ ആദ്യഘട്ടമായി 2026 മെയ് 15-ന് UAEയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ പ്രാദേശിക സംഘർഷങ്ങളുടെയും ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിൽ നടന്ന ഈ ഹ്രസ്വ സന്ദർശനം ഇന്ത്യക്ക് വലിയ തന്ത്രപ്രധാനവും സാമ്പത്തികവുമായ നേട്ടങ്ങളാണ് സമ്മാനിച്ചത്. അബുദാബിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നടത്തിയ ചർച്ചയിലെ പ്രധാന തീരുമാനങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി $5 ബില്യൺ വൻ നിക്ഷേപ പാക്കേജ് UAE പ്രഖ്യാപിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ പ്രതിരോധ കരാർ ഒപ്പുവെച്ചു. ഇതുപ്രകാരം മാരിടൈം സെക്യൂരിറ്റി, സൈബർ പ്രതിരോധം, സംയുക്ത സൈനിക പരിശീലനം, സാങ്കേതികവിദ്യ കൈമാറ്റം എന്നിവ ശക്തമാക്കും. ആഗോള എണ്ണവില വർധനവിനിടയിൽ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ ഉറപ്പാക്കാൻ ലിക്വിഫൈഡ് പെട്രോളിയം, ഗ്യാസ്, ക്രൂഡ് ഓയിൽ വിതരണം, തന്ത്രപ്രധാന പെട്രോളിയം കരുതൽ ശേഖരം എന്നിവയ്ക്കായി ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡും അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും തമ്മിൽ ധാരണയായി. ഇന്ത്യയിലെ സീഡാക്കും UAEയിലെ G42ഉം ചേർന്ന് 8 എക്സാഫ്ലോപ്പ് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ സ്ഥാപിക്കും. കസ്റ്റംസ് കടലാസപ്പണികൾ എളുപ്പമാക്കാൻ മൈത്രി എന്ന വെർച്വൽ ട്രേഡ് കോറിഡോറും പ്രവർത്തന സജ്ജമാക്കി. ഗുജറാത്തിലെ വാഡിനാറിൽ കപ്പൽ റിപ്പയർ ക്ലസ്റ്റർ സ്ഥാപിക്കുന്നതിനും ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഈ രംഗത്ത് വിദഗ്ധ പരിശീലനം നൽകുന്നതിനും കൊച്ചിൻ ഷിപ്പ്യാർഡും ദുബായ് ട്രേഡോക്സും തമ്മിൽ കരാറായി. UAEക്ക് നേരെ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച പ്രധാനമന്ത്രി മോദി ഏത് സാഹചര്യത്തിലും ഇന്ത്യ UAEക്കൊപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള ഊർജ്ജ ഭക്ഷ്യ സുരക്ഷയ്ക്ക് നിർണായകമായ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ സ്വതന്ത്രമായി നിലനിർത്തണമെന്ന് മോദി ഊന്നിപ്പറഞ്ഞു. UAE സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി തൻ്റെ പര്യടനത്തിൻ്റെ അടുത്ത ഘട്ടമായ നെതർലൻഡ്സിലേക്ക് തിരിച്ചു.